Welcome back to Chapter 2 Concepts of Object-Oriented Programming. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരഡൈംസിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് പാരഡൈം? The way of organizing programs is called paradigm. There are two important paradigms used in C++. They are the procedural paradigm and the object-oriented paradigm. And the concepts of object-oriented programming are object, class, data abstraction, data encapsulation, modularity, inheritance and polymorphism. ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസത്തിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും മുൻപ് നമുക്ക് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊസീജർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പ്രൊസീജറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലോ ഡാറ്റയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. പ്രൊസീജർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ദ പ്രോഗ്രാം ഇസ് ഡിവൈഡഡ് ഇൻ ടു മൊഡ്യൂൾസ് ആൻഡ് മൊഡ്യൂൾസ് ഇൻ ടു ഫങ്ഷൻസ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലോ the data and functions are bound together into a single unit called class. Procedural programmingile real world problemsne നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. Object oriented programmingile an instance of a class is called an object and objects represent the real world objects. ഉദാഹരണത്തിന് ഒരു കാർ ഷോറൂമിന്റെ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അതിലുള്ള ഒബ്ജക്ട്സ് കാർ, കസ്റ്റമർ, സെയിൽസ്മാൻ തുടങ്ങിയ ഒബ്ജക്ട്സിനെ നമുക്ക് ക്ലാസ് കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രൊസീജർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ എക്സിസ്റ്റിംഗ് കോഡ് മോഡിഫൈ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കമ്പയർഡ് ടു ദി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. പ്രൊസീജർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് എക്സ്റ്റെൻസിബിൾ വെയർആസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് എക്സ്റ്റെൻസിബിൾ. എന്താണ് എക്സ്റ്റെൻസിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ന്യൂ ഡേറ്റ ടൈപ്സ് ക്യാൻ ബി ഡിഫൈൻഡ്. ഒരു ഫംഗ്ഷൻ വൺസ് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനെയാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പൗ, ABS, സൈൻ തുടങ്ങിയ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് CMath എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ക്ലാസും ഒരു തവണ എഴുതി കഴിഞ്ഞാൽ അതിന് നമുക്ക് വേറെ പ്രോഗ്രാംസിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ സെയിം പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഒരു ക്ലാസ്സിലുള്ള ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മളിലുള്ള ബയോളജിക്കൽ ട്രൈറ്റ്സ് തന്നെയാണ്. ചിലവരുടെ മുടി സ്ട്രെയിറ്റ് ആയിരിക്കും, ചിലർക്ക് ചുരുണ്ട മുടിയായിരിക്കും, ചിലവരുടെ കണ്ണ് പൂച്ചക്കണ്ണായിരിക്കും. ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ട്രയറ്റ്സ് നമ്മൾ നമ്മുടെ പാരൻസിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൽ നിന്നോ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇവിടെ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിലെ ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ് ലാൻഡ് വെഹിക്കിൾ ആൻഡ് വാട്ടർ വെഹിക്കിൾ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു. ലാൻഡ് വെഹിക്കിളിലുള്ള പ്രോപ്പർട്ടീസ് കാർ, ട്രക്ക് ആൻഡ് ഹോവർക്രാഫ്റ്റ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. വാട്ടർ വെഹിക്കിളിലുള്ള പ്രോപ്പർട്ടീസ് ഹോവർക്രാഫ്റ്റ് ആൻഡ് ബോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ലാൻഡ് വെഹിക്കിളിൽ എയർ ബാഗ്സ് അത് വാട്ടർ വെഹിക്കിളിൽ ഉണ്ടാവുമോ? ഇല്ല, മറിച്ച് ലൈഫ് ജാക്കറ്റ്സ് അല്ലെങ്കിൽ ലൈഫ് ബോട്ട്സ് ആണ് വാട്ടർ വെഹിക്കിളിൽ ഉണ്ടാവുക. ലാൻഡ് വെഹിക്കിളിലുള്ള പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ കാർ, ട്രക്ക് ആൻഡ് ഹോവർക്രാഫ്റ്റ്സ് ലാൻഡ് വെഹിക്കിളിലുള്ള പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഹോവർക്രാഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ ലാൻഡിലും വെള്ളത്തിലും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ട് ക്ലാസിന്റെയും പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് വൺ ക്ലാസ് ഡിറൈവ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഡിറൈവ്ഡ് ക്ലാസ് ഇസ് ഓൾസോ കോൾഡ് ദി സബ് ക്ലാസ് ഓർ ദി ചൈൽഡ് ആൻഡ് ദി ബേസ് ക്ലാസ് ഇസ് കോൾഡ് ദി സൂപ്പർ ക്ലാസ് ഓർ ദി പാരന്റ് ക്ലാസ്. Coming to types of inheritance, 5 types of inheritance are single inheritance, multiple inheritance, multi-level inheritance, hierarchical inheritance and hybrid inheritance. Single inheritance le one class derives properties from another class. Derived class ഒന്നിൽ കൂടുതൽ ക്ലാസുകളിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിലെ ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ് പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യുന്നു, ആ ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ് പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യുന്നു. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിലെ ഫ്രം വൺ ക്ലാസ് മോർ ദാൻ വൺ ക്ലാസ് ഡിറൈവ്സ് പ്രോപ്പർട്ടീസ്. ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി
the data or the member functions. And hybrid inheritance can be combination of any two inheritance. ഇവിടെ hierarchical inheritance and multiple inheritance ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബേസ് ക്ലാസ്സിലെ പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സ് ആർ നെവർ ഇൻഹെറിറ്റഡ് ടു ദി ഡിറൈവ്ഡ് ക്ലാസ്. ബേസ് ക്ലാസ്സിലെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഡേറ്റ മെമ്പേഴ്സ് can become the private, protected or public data members of the derived class based on the nature of the inheritance. Next, coming to polymorphism, the meaning of the term poly is many. Morph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ shapes, അതായത് many shapes, പല രൂപങ്ങൾ. പ്രോഗ്രാമിംഗിലെ പോളിമോർഫിസം എന്ന വാക്കിന്റെ അർത്ഥം the ability of data to be processed in more than one form. ഇവിടെ തന്നിട്ടുള്ള ഉദാഹരണത്തിലെ രണ്ട് ഫംഗ്ഷൻസിന്റെയും പേര് ഏരിയ എന്നാണ്. ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിഗ്നേച്ചർ ഓഫ് ദി ഫംഗ്ഷൻ. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സിനെയാണ് ഫംഗ്ഷനിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഗ്നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷൻ ആണോ അതെയോ ഈ ഫംഗ്ഷൻ ആണോ കോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് അറ്റ് റൺ ടൈം ഓർ അറ്റ് കമ്പൈൽ ടൈം. ബേസ്ഡ് ഓൺ ദാറ്റ് there are two types of polymorphism, static polymorphism and dynamic polymorphism. സ്റ്റാറ്റിക് പോളിമോർഫിസത്തിലെ ഒരു ഫംഗ്ഷൻ കോളും അതിൻ്റെ ഡെഫിനിഷനും തമ്മിലുള്ള ബൈൻഡിങ് നടക്കുന്നത് കമ്പൈൽ ടൈമിലാണ്. Dynamic polymorphismത്തിലെ the binding between the function call and the function definition takes place at runtime. Static polymorphism is also known as compile time polymorphism or the early binding, and dynamic polymorphism is known as the late binding or runtime polymorphism. Examples of static polymorphism are function overloading and operator overloading. Virtual functions is an example of dynamic polymorphism. Thank you.